ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 4 പീസ് ബ്രെഡ് നമ്മളൊരു ബൗളിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി 1/4 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ബ്രെഡ് 1/4 കപ്പ് വെള്ളവും അങ്ങ് വലിച്ചെടുത്തേട്ടോ. 2 കോഴിമുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക, ചീകി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളക് എടുത്തൊന്ന് ചതച്ചാൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. നല്ല എരിവുള്ള 2 വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. എരിവ് അവരവരനുസരിച്ച് ഇഷ്ടമനുസരിച്ച് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ചോളപ്പൊടി 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കുഴച്ചെടുക്കണം എല്ലാം കൂടി. നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കുറച്ച് ഓയിൽ ഞാൻ കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ടിത് കുറേശ്ശെ ഇങ്ങനെ എടുക്കുക. എടുത്ത് നല്ലപോലെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. പക്ഷേ ഞാൻ കുറച്ച് ബ്രെഡ് സ്ക്രമ്മിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കുന്നത്. അന്നേരം ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. ബ്രെഡ് സ്ക്രമ്മ് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ 2 ബ്രെഡ് എടുത്ത് ചൂടാക്കി പൊടിച്ചെടുത്താൽ മതി. കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും അന്നേരം പൊരിച്ചെടുത്താൽ. അതല്ല, ബ്രെഡ് സ്ക്രം ഇല്ലാതെ നമുക്കിത് വളരെ പെട്ടെന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ ടിക്കി തയ്യാറാക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു വലിയ പാനാട്ടോ, അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ 4-5 എണ്ണം വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് കാണും, മുരിഞ്ഞിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും
കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.